ഭക്തൻ എന്നത് ഇന്നത്ര വലിയ കാര്യമായി പലർക്കും തോന്നാറില്ല. പ്രശ്നങ്ങളും ഭാരങ്ങളും ആകസ്മികമായ ദുരന്തങ്ങളും വർദ്ധിച്ചു വരുന്നത് കാണുമ്പോൾ സഹായിപ്പാൻ ഒരു അത്താണി, ഒരു സഹായി ആവശ്യമാണെന്ന ബോധ്യം മനുഷ്യനുണ്ടാകുന്നു. അതുകൊണ്ട് ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനായി മനുഷ്യൻ പല മാർഗങ്ങൾ അവലംബിക്കുന്നു. യഥാർത്ഥ സങ്കേതം ആരാണെന്നോ അവിടേക്കുള്ള വഴി ഏതാണെന്നോ ചിന്തിക്കുവാൻ പലപ്പോഴും മനുഷ്യൻ മെനക്കെടാറില്ല. എന്നാൽ യഥാർത്ഥ വഴി കണ്ടെത്തുന്നതാണ് ജീവിത വിജയം. ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. മതഭക്തരായ മനുഷ്യർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിലും ഉപരിയായി സ്വന്തം സംതൃപ്തിക്കായി കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നവരാണ്. തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവപ്രസാദമുണ്ടോ എന്ന് പോലും ഇങ്ങനെയുള്ളവർ അന്വേഷിക്കാറില്ല. സ്വന്തം ബുദ്ധിയിൽ ചെയ്തു കൂട്ടുന്ന ഇത്തരം കാര്യങ്ങൾ ദൈവാനുഗ്രഹത്തിന് പകരം പലപ്പോഴും ശാപമാണ് വരുത്തിവെക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ പഠനഭാഗം. യെശയ്യാ പ്രവചനം 58-ാം അധ്യായം. യെശയ്യാ പ്രവചനം 58-ാം അധ്യായത്തിൽ ബാഹ്യമായ മതപരമായ ആചാരങ്ങളെയും ആന്തരികമായ ദുഷ്ടതയെയും കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഫലമായി ദൈവകൃപയും മഹത്വവും വെളിപ്പെടുവാൻ വൈകിയതായി പറഞ്ഞിരിക്കുന്നു. പീഡനമനുഭവിച്ച ദാസനിൽ കൂടി ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നതിനെക്കുറിച്ചാണ് ഈ അവസാന ഭാഗത്ത് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. രാജ്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. മറ്റേതൊരു കാര്യവും എന്ന പോലെ തന്നെ ആന്തരികമായ ആ ദുഷ്ടവഴികൾ ദൈവത്തിൻ്റെ കൃപയും മഹത്വവും താമസിപ്പിക്കും. അത് ക്രിസ്തുവിൻ്റെ കാര്യങ്ങൾക്ക് ഹാനി വരുത്തുന്നു. മതപരമായ കാര്യങ്ങളിൽ വളരെയധികം താല്പര്യം കാണിക്കുന്ന സഭാംഗങ്ങൾ മറ്റുള്ളവരെ പോലെ ചീത്ത പറയുകയും ജാതികളെപ്പോലെ ശപിക്കുകയും ചെയ്യുന്നു എങ്കിൽ, അവർ വ്യാപാര രംഗത്ത് അവിശ്വസ്തത കാണിക്കുന്നു എങ്കിൽ, സാമൂഹിക ജീവിതത്തിൽ അധാർമികമായി പ്രവർത്തിക്കുന്നു എങ്കിൽ, അവർ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ കൃപയും മഹത്വവും വെളിപ്പെടുത്തുന്നതിന് തടസ്സം നിൽക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? ദൈവമഹത്വം എന്തുകൊണ്ട് വെളിപ്പെടുന്നില്ല എന്നുള്ളതിനുള്ള വിശദീകരണമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ദൈവത്തോടുള്ള മനുഷ്യരുടെ ബന്ധം പ്രത്യേക രീതിയിലുള്ളതായിരുന്നു. അവർ തങ്ങളോടുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യുവാൻ തുടങ്ങി. അതേസമയം തന്നെ അവർ ഒരു ക്രമത്തിലൂടെ പോകുന്നുമുണ്ട്. മതക്രമം, ഭക്തിക്രമം എന്നൊക്കെ പറയില്ലേ, അതുതന്നെ. ഇന്നും അനേകം ആളുകൾ ഈ വിധത്തിൽ പ്രവർത്തിക്കാറുണ്ട്. ബാഹ്യമായ മതാചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും അവർ തങ്ങളുടെ ദുഷ്ടവഴികളിൽ തന്നെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാബേൽ പ്രവാസത്തിന് ശേഷവും ഇതേ മനോഭാവമാണ് യഹൂദജാതി വെളിപ്പെടുത്തുന്നത്. അതായത് പ്രവാസം അവരുടെ തെറ്റുകളെ തിരുത്തുവാൻ പര്യാപ്തമായിരുന്നില്ല എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. മലാക്കി പ്രവചനത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ അതികഠിനമായിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ ഞങ്ങൾ നിൻ്റെ നേരെ എന്തു സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്നു. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. ഞങ്ങൾ അവൻ്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുൻപാകെ കറുപ്പെടുത്ത് നടന്നതിനാലും എന്തു പ്രയോജനമുള്ളൂ? തങ്ങളെ അനുഗ്രഹിക്കാത്തതിന് അവർ ദൈവത്തെ കുറ്റപ്പെടുത്തുകയായിരുന്നു. അതേസമയം തന്നെ അവർ എത്രമാത്രം മതഭക്തരായിരുന്നു എന്നോർത്ത് നോക്കുക. അവർ ദേവാലയത്തിൽ പോവുകയും യാഗങ്ങൾ കഴിക്കുകയും ചെയ്തിരുന്നു. മതപരമായ ബാഹ്യ പ്രകടനം നടത്തുക എന്നത് പ്രാകൃത മനുഷ്യൻ്റെ സ്വഭാവമാണ്. അതെ, അവൻ്റെ ഹൃദയം ദൈവത്തിൽ നിന്നും വളരെ അകന്നിരിക്കുന്നു. അവൻ്റെ വഴികൾ ദുഷ്ടത നിറഞ്ഞതാണ്. ലവോദിക്കയിലെ സഭയോട് വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് പറയുമ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമ്മിണ്ട് കളയുമെന്ന്. ഇന്നത്തെ സഭകളോട് നമ്മുടെ കർത്താവിന് പറയുവാനുള്ളത് ഇതുതന്നെ ആയിരിക്കും എന്ന് ഞാനങ്ങ് ചിന്തിക്കുകയാണ്. 58-ാം അധ്യായം, യെശയ്യാ പ്രവചനം 58-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യം ഞാൻ വായിക്കട്ടെ. ഉറക്കെ വിളിക്കുക, അടങ്ങിയിരിക്കരുത്,
കാഹളം പോലെ നിൻ്റെ ശബ്ദമുയർത്തി എൻ്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക. ആദ്യത്തെ വാക്യങ്ങളിൽ ഇസ്രായേലിൻ്റെ ദുഷ്ടവഴികളെ വെളിപ്പെടുത്തി കാണിക്കുകയാണ് ചെയ്യുന്നത്. മതപരമായി വളരെ നല്ല ആളുകളെന്ന് ചിന്തിക്കുന്ന ജനത്തിൻ്റെ പാപങ്ങളും അകൃത്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉച്ചത്തിൽ ദൂത് വിളിച്ചറിയിക്കുവാനാണ് പ്രവാചകനോട് കൽപ്പിക്കുന്നത്. ഇത് കടുത്ത വിദ്വേഷത്തിനും പകയ്ക്കും കാരണമാകും. ധൈര്യശാലിയായ ഒരു വ്യക്തിയെക്കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇന്ന് സാധാരണയായി നാം കണ്ടുവരുന്നത് പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് പ്രാകൃത മനുഷ്യനെ തൃപ്തിപ്പെടുത്തുവാനുള്ള ശ്രമമാണ്. അല്ലാതെ മനുഷ്യൻ്റെ പാപത്തെയും അതിക്രമങ്ങളെയും ചൂണ്ടിക്കാണിക്കുവാനുള്ള ധൈര്യം ഇന്ന് സാധാരണ കണ്ടുവരുന്നില്ല എന്നത് വളരെ ദുഃഖകരമായൊരു കാര്യമത്രേ. ഇന്ന് മനുഷ്യൻ്റെ ആത്മീയ വശത്തെക്കുറിച്ചും മതം ചെയ്യുന്നത് പോലെയാണ് അവൻ്റെ ശാരീരിക ആവശ്യത്തെക്കുറിച്ചും വൈദ്യശാസ്ത്രം ചെയ്യുന്നതെങ്കിൽ അവർ അവഗണന എന്ന വലിയ തെറ്റുകാരായിത്തീരും. ഞാൻ വീണ്ടും പറയട്ടെ, ഇന്ന് മനുഷ്യൻ്റെ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് മതം ചെയ്യുന്നത് പോലെയാണ് ഒരു മനുഷ്യൻ്റെ ശാരീരിക ആവശ്യത്തെക്കുറിച്ച് വൈദ്യശാസ്ത്രം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ഈ ഡോക്ടേഴ്സൊക്കെ അവഗണന കാണിക്കുന്നു എന്ന വിധത്തിൽ വലിയ തെറ്റുകാരായിത്തീരും. ക്യാൻസർ ബാധിച്ച ഒരു മനുഷ്യനോട് നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല എന്നൊരു ഡോക്ടർ പറയുന്നു എന്ന് വിചാരിക്കുക. അത് വലിയ നിരുത്തരവാദിത്വപരമായ പ്രവർത്തനമായിരിക്കും, ഇല്ലേ? ദൈവം ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നു. തൻ്റെ ശുശ്രൂഷകന്മാരും മനുഷ്യനോട് അവരുടെ ഉള്ള അവസ്ഥ സ്നേഹത്തോടെ തുറന്നു പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിത്യമായ മരണത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൽ നിന്ന് നിത്യമായ വേർപാടിലേക്ക് എത്തിക്കുന്ന പാപം എന്ന മാരകമായ വ്യാധി മനുഷ്യന് പിടിപെട്ടിരിക്കുന്നു. ഈ ദൂത് വിളിച്ചറിയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് എല്ലാവർക്കും ആവശ്യം മനുഷ്യൻ്റെ കയ്യടിയാണ്. 58 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ നാം കാണുന്നു, എങ്കിലും അവർ എന്നെ ദിനംപ്രതി അന്വേഷിച്ച് എൻ്റെ വഴികളെ അറിവാൻ ഇച്ഛിക്കുന്നു. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിൻ്റെ ന്യായം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്തൊരു ജാതിയെപ്പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ച് ദൈവത്തോടടുപ്പാൻ വാഞ്ചിക്കുന്നു. ഈ ജനം ക്രമമായി ദൈവാലയത്തിലെ ആരാധനയിൽ പങ്കെടുത്തിരുന്നു. യാതൊരു വീഴ്ചയും കൂടാതെ അവർ ആചാരാനുഷ്ഠാനങ്ങളിൽ നടത്തിയിരുന്നു. ആരാധനയുടെ ക്രമം പാലിക്കുന്നതിൽ അവർ വീഴ്ച വരുത്തിയിരുന്നില്ല. ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും അടുത്തു വരുന്നത് എന്തെന്ന് അവർക്കറിയാമായിരുന്നു. പള്ളിയിൽ പോകുന്നത് അവർക്ക് സന്തോഷമായിരുന്നു. എന്നാൽ അവരുടെ ജീവിതം യഥാർത്ഥ വിശ്വാസികൾക്ക് യോജിച്ച രീതിയിലുള്ളതായിരുന്നില്ല. അന്നത്തെ പോലെ തന്നെയുള്ള അനുഭവമാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. കുറ്റപ്പെടുത്തുകയല്ല, ചിന്തിക്കാൻ പറയുകയാണ്. ഞായറാഴ്ച ആരാധനയ്ക്ക് എന്തൊരു തിരക്കാണ്. എന്നാൽ ഈ ആരാധനക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഓരോ ആഴ്ചത്തെയും ആരാധന താങ്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? പെരുമാറ്റ രീതികളിൽ, ചിന്താഗതിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങൾ ആരാധനയ്ക്ക് പോകുന്നത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും നന്മയുണ്ടോ? അതോ നിങ്ങളുടെ മാത്രം ഒരു സംതൃപ്തിക്ക് വേണ്ടി ഒരു ചടങ്ങ് നിർവഹിക്കുകയാണോ? പള്ളിയിൽ പോയില്ലെങ്കിൽ, ആരാധനയ്ക്ക് പോയില്ലെങ്കിൽ, സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ വരുവാൻ പോകുന്ന ദോഷത്തെ പേടിച്ചുള്ള ഒരു ചടങ്ങ്. ഈ ആരാധന കഴിയുമ്പോൾ, ഞാൻ പള്ളിയിൽ പോയില്ലെങ്കിൽ ആരാധന കഴിയുമ്പോൾ അച്ഛൻ ഓടി വീട്ടിൽ വരും, അല്ലെ പാസ്റ്റർ ഓടി വീട്ടിൽ വരും. ഇപ്പോൾ പിന്നെ വീട്ടിൽ വരാറില്ല, ഫോണങ്ങ് വിളിക്കും. ആ ഒരു ദോഷം ആണ് പലരും അകറ്റുവാൻ ശ്രമിക്കുന്നത്. അത് നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്തു, ഞാനതിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്നാൽ പലരും ചിന്തിക്കുന്നത് ഭക്തി കാണിച്ചില്ലെങ്കിൽ ദൈവം ശിക്ഷിച്ചാലോ എന്നാണ്. ഇല്ലാത്ത ഭക്തി കാണിക്കുവാൻ ശ്രമിക്കുന്നതാണ് ദൈവത്തിൻ്റെ ശിക്ഷ വാങ്ങിക്കിട്ടുന്നത്. 3 വാക്യത്തിൽ നാം കാണുന്നത്, ഞങ്ങൾ നോമ്പ് നോക്കുന്നത് നീ നോക്കാതിരിക്കുന്നതെന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നതെന്ത്? ഇതാ, നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. അവർ അങ്ങ് ശുണ്ഠി പിടിച്ച് പരാതിപ്പെടുകയാണ്. ചേട്ടാ, ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഉപവസിച്ചിട്ടും, ഇവിടെ ഈ ആത്മതപനം എന്ന് പറയുന്നത് ഉപവാസമാണ് കേട്ടോ. അവർ പറയുകയാണ്, ഞങ്ങൾ അങ്ങ് കഷ്ടപ്പെട്ട് ഉപവസിച്ചിട്ടും സ്വയദണ്ഡനം ചെയ്തിട്ടും ദൈവം അതൊന്നും കടാക്ഷിച്ചെന്നെ അഭിനന്ദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്?
സമയമില്ലാത്ത സമയത്തോടി ആരാധനയ്ക്ക് പോകുന്നതാ, എന്നിട്ടും വീട്ടിൽ ബുദ്ധിമുട്ട്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ 7 വെള്ളിയാഴ്ച ഉപവസിച്ചതാ. എന്താ പ്രയോജനം? അതെ സുഹൃത്തെ, അതുപോലെ പല പരാതികൾ നമുക്കുണ്ട്. എന്തിനാണെന്നറിയാമോ? ഈ ആളുകളുടെ ബാഹ്യ ആചാരങ്ങൾ കണ്ട് ദൈവം അവരുടെ പുറത്ത് തലോടണം. അവരുടെ ഉപവാസത്തെ അവരുടെ മതത്തിൻ്റെ ഭക്തിയുടെ ഒരു പ്രധാന ഘടകമാക്കിയിരിക്കുകയാണ്. എന്നാൽ ദൈവം അവർക്ക് ഉപവാസത്തിൻ്റെ ദിവസങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നില്ല. നിങ്ങൾക്കതറിയാമോ? പകരം ഉത്സവത്തിൻ്റെ ദിവസങ്ങളാണ് ദൈവം അവർക്ക് നൽകിയിരുന്നത്. പാപത്തിൻ്റെ സമയം അവർ ഉപവസിക്കണമായിരുന്നു, ആത്മതപനം ചെയ്യണമായിരുന്നു എന്നത് ശരി തന്നെ. എന്നാൽ ഉപവാസം ആത്മാവിൻ്റെ സ്ഥിതിയെ വെളിപ്പെടുത്തുന്നതായിരിക്കണം. അതാണ് ഇവിടുത്തെ വിഷയം. അവർ അതിനെ സ്വയപ്രശംസയ്ക്കും അഹങ്കാരത്തിനും കാരണമാക്കി തീർത്തു. അവർ ഉപവാസം നടത്തുന്നു എന്ന കാര്യത്തിൽ അവർ അഹങ്കരിച്ചിരുന്നു. ആത്മാവും ദൈവവും തമ്മിലുള്ള ഒരു വ്യക്തിപരമായ കാര്യമായിരിക്കണമായിരുന്നു അവരുടെ ഉപവാസം. അത് മറ്റുള്ളവരുടെ മുൻപിൽ ഒരു പ്രകടനമാക്കി ഭക്തി കാണിക്കാനുള്ള ഒരു ഉപാധിയാക്കരുത്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ സൈക്കിളജ്ഞൻ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. 10 ദിവസം സൈക്കിളിൽ നിന്ന് ഇറങ്ങാതിരിക്കുന്ന ഒരു അഭ്യാസം. അതുപോലെയാണ് ഇന്ന് ഈ 21 ദിവസവും 40 ദിവസമൊക്കെ ഉപവസിക്കുന്നത്. അതിനപ്പുറം ഒന്നുമില്ല. ഈ പറഞ്ഞതുപോലെയുള്ള നോമ്പും ഉപവാസവും ദൈവത്തെ പ്രീതിപ്പെടുത്തില്ല എന്നോർക്കണം. നമ്മുടെ കർത്താവ് ഉപവാസത്തെ ദുരുപയോഗപ്പെടുത്തുന്നതിനെക്കുറിച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ, ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നിൻ്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിന് വിളങ്ങേണ്ടതിന്. തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് പ്രതിഫലം നൽകും. എത്ര കൃത്യമായിട്ടാണ് കർത്താവ് പറഞ്ഞല്ലേ? യഥാർത്ഥ മതവിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിന്നുടലെടുക്കുന്നതാണ്. അത് വ്യക്തിപരമായ ഒരു അനുഭവമാണ്. അതൊരു മതത്തിൻ്റെ ചടങ്ങോ സഭയുടെ ക്രമങ്ങളോ ഒന്നുമല്ല. അത് നിങ്ങളും ക്രിസ്തുവും തമ്മിലുള്ള ഒരു രഹസ്യ ബന്ധമാണ്. നിൻ്റെ ഹൃദയത്തിലുള്ളത് വെളിപ്പെടുത്തുന്നില്ല എങ്കിൽ നിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ദൈവം മുൻപാകെ ഏതുമില്ലാത്തതാണ്, എന്ന് പറഞ്ഞാൽ പ്രയോജനമില്ലാത്തതാണ്. പ്രിയ സുഹൃത്തെ, ആചാരങ്ങളല്ല, യാഥാർത്ഥ്യമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അക്കാലത്ത് അനേകം ആളുകൾ യെശയ്യാവിൻ്റെ ദൂതിനെ ചോദ്യം ചെയ്ത് അവൻ്റെ പ്രസംഗത്തെ വെല്ലുവിളിച്ചിരുന്നു. യെശയ്യാവോ അതിനെ ഒട്ടും കുറച്ച് പറഞ്ഞില്ല. അവർ ചോദിച്ചു കാണും, യെശയ്യാവേ, നീ എന്താണ് ഈ പറയുന്നത്? മതഭക്തരായി ജനത്തെ നീ കുറ്റം പറയുകയാണോ? അവർ പതിവായി ദേവാലയത്തിൽ പോവുകയും യാഗം കഴിക്കുകയും ചെയ്യുന്നു. നീ എന്താണ് ഈ പറയുന്നതെന്ന് അവർ ചോദിച്ചു കാണും. എന്നാൽ ദൈവം ഹൃദയങ്ങളെ അറിയുന്നു. അവരുടെ മതഭക്തി ബാഹ്യമായ പ്രകടനം മാത്രമായിരുന്നു. അവർക്ക് ദൈവവുമായി വ്യക്തിപരമായ ബന്ധം ഉണ്ടായിരുന്നില്ല. അതേക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക. 4ഉം 5ഉം വാക്യങ്ങളിൽ, നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പു നോൽക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പ് നോൽക്കുന്നത്. എനിക്കിഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? തലയെ വേഴത്തെപ്പോലെ കുനിയിക്കുക, രട്ടും വെണ്ണീരും വിരിച്ച് കിടക്കുക. ഇതാകുന്നുവോ ഉപവാസം? ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്? മതത്തിൻ്റെ ബാഹ്യപ്രകടനങ്ങളെ താൻ ത്യജിക്കുന്നതിന് ദൈവം കൊടുക്കുന്ന വിശദീകരണമാണ് 4 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അവരുടെ മതപരമായ പ്രകടനങ്ങളെ മതം കളിക്കുകയാണ്, പലരും സഭ കളിക്കുകയാണ്. ഇതിനെ ദൈവം ത്യജിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തായിരുന്നു? തങ്ങളുടെ നോമ്പും ഉപവാസവും ദൈവം മുൻപാകെ തങ്ങൾക്ക് പ്രത്യേക അംഗീകാരം വാങ്ങിക്കൊടുക്കുമെന്നാണ് അവർ ചിന്തിച്ചിരുന്നത്. ഇന്നും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അവരുടെ ആരാധനയിലെ പ്രകടനങ്ങൾ ബാഹ്യമായ ഈ കാര്യങ്ങളൊക്കെ മാത്രമായിരുന്നു. അത് ഹൃദയത്തെ വെളിപ്പെടുത്തുന്നവ ആയിരുന്നില്ല. ഹൃദയത്തിലിരിക്കുന്നത് വേറെ വല്ലതുമൊക്കെയാണ്. വാദിക്കുവാൻ വേണ്ടി മാത്രം നാം എന്തെങ്കിലുമൊക്കെ പറയാതെ സത്യം എന്തെന്ന് ചിന്തിച്ചാലും സുഹൃത്തേ, വ്യക്തികളുടെ അവസ്ഥ ഇതുതന്നെയല്ലേ? സംഘടിത സഭയുടെ ക്രമം ഇന്നും ഇതല്ലേ? 6-ാം വാക്യം നോക്കിക്കാട്ടെ. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ
അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം. നിങ്ങൾ യഥാർത്ഥത്തിൽ ഉപവസിക്കുന്നുവെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഉപവസിച്ച ശേഷം വാടിയ മുഖത്തോടുകൂടി നടക്കുന്നതിന് പകരം നിങ്ങളുടെ പാപപ്രവർത്തനങ്ങൾ നിർത്തുക, നിൻ്റെ ദൂഷണം പറച്ചിൽ നിർത്തുക, മറ്റുള്ളവരെ കൂട്ടിപ്പിടിപ്പിക്കുന്നത് നിർത്തുക, ഏഷണി പറയുന്നത് നിർത്തുക, കുതികാൽ വെട്ടൽ നിർത്തുക, നിൻ്റെ ഹൃദയത്തിൻ്റെ ദുഷ്ടതയെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ നിർത്തുക. നിൻ്റെ പ്രവർത്തനങ്ങളാൽ കർത്താവിനോടുള്ള നിൻ്റെ വിശ്വാസം, സ്നേഹം പ്രകടമാക്കുക. നിൻ്റെ പ്രവർത്തനങ്ങളിലും ഇടപാടുകളിലും വിശ്വസ്തതയുള്ളവനായിരിക്കുക. നീ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കട്ടെ. അതെ, നീ ഇരട്ടും വെണ്ണീറും കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതിന് പകരം ആന്തരികമായി ശുദ്ധിയുള്ളവനായി കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതേ സുഹൃത്തെ, നമ്മുടെ ആരാധനകളിലെ പല കാര്യങ്ങളും നിർത്തിവെക്കുവാനായി കർത്താവ് പറയുമായിരിക്കുമെന്നത്രേ ഞാൻ കരുതുന്നത്. നിങ്ങൾ എന്നോട് അടുത്തു വരുന്നില്ല, നിങ്ങൾ എന്നെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നില്ല, ആരാധന കഴിഞ്ഞു പോയാൽ പരദൂഷണം പറയുകയും നിൻ്റെ ഹൃദയത്തിൽ പകയും വിദ്വേഷവും വെച്ച് പുലർത്തുകയും ചെയ്യുന്നു, നീ നിൻ്റെ പ്രവർത്തനങ്ങളിൽ ധാർമ്മികമായ നിലപാട് പുലർത്തുന്നില്ല, നിൻ്റെ ആരാധനാ രീതി കൊണ്ടും മതഭക്തി കൊണ്ടും എന്നെ പ്രസാദിപ്പിക്കുകയാകുന്നു എന്ന് നീ ചിന്തിക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ നിങ്ങൾ എന്നെ പ്രസാദിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ത്യജിച്ച് കളയുന്നത് എന്നാണ് ദൈവം അവരോട് പറയുന്നത്. 7-ാം വാക്യം നോക്കിക്കാട്ടെ. വിശപ്പുള്ളവന് നിൻ്റെ അപ്പം നുറുക്കിക്കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിൻ്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിൻ്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നതും അല്ലയോ. അവർ സാധുക്കൾക്കും ആവശ്യത്തിലിരിക്കുന്നവർക്കും നേരെ കണ്ണടച്ച് കളഞ്ഞിരുന്നു. അവരുടെ സ്വന്തം ആളുകൾക്ക് പോലും കരുണ കാണിപ്പാൻ അവർ തയ്യാറായിരുന്നില്ല. അവരുടെ മതം തണുത്തുറഞ്ഞ ഒന്നായിരുന്നു. അവർക്ക് ദൈവത്തിനായുള്ള ഒരു ഹൃദയമില്ലായിരുന്നു. അതേ സുഹൃത്തെ, താങ്കൾക്ക് ദൈവത്തിനായുള്ള ഒരു ഹൃദയം ഉണ്ടായിരിക്കുമ്പോൾ മറ്റുള്ളവർക്കായുള്ളൊരു ഹൃദയം സ്വാഭാവികമായിട്ടുണ്ടാകും. മറ്റുള്ളവരെ സഹായിക്കുവാനും മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കുവാനും ആകും താങ്കളുടെ താല്പര്യം. ശരിയായ ദൈവവിശ്വാസം വെച്ച് പുലർത്തുമ്പോൾ തന്നെ താങ്കൾക്ക് ഹൃദയത്തിൽ ആരോടെങ്കിലും വെറുപ്പ് സാധ്യമല്ല. മറിച്ച് പറഞ്ഞാൽ, താങ്കളുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ താങ്കൾക്ക് ദൈവവിശ്വാസം ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാ വിമർശനങ്ങളും ഇടർച്ചകളും ആകർഷണമില്ലായ്മയും ക്രിസ്തുവിൻ്റെ കാര്യത്തിന് ദോഷകരമാണ്. യെശയ്യാവ് നമുക്ക് നൽകുവാനായി അതിമഹത്തായ ഒരു ദൂതാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അവരുടെ ഇത്തരത്തിലുള്ള ആരാധന തനിക്ക് ആവശ്യമില്ല എന്നാണ് ദൈവം പറയുന്നത്. അവർ ഒരു ക്രമത്തിലൂടെ അങ്ങ് പോകുന്നു, ഹൃദയമിടാതെയുള്ളൊരു ക്രമം. ഞാൻ പറഞ്ഞല്ലോ, ആരാധന കളിക്കുകയായിരുന്നു എന്നാണ് യെശയ്യാവ് പറഞ്ഞത്. ഈ കളിയിൽ ശരിക്കും രസമുണ്ടെന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ കളിയാണ്, കളി കാര്യമാകും. കാരണം മനുഷ്യരുടെ മുൻപാകെ അഭിനയിച്ച് ക്ഷീണിക്കുന്ന ഒരു കാലം വരും. ദൈവം അവരോട് പറഞ്ഞത്, കടന്നു വന്ന് ശുദ്ധീകരിപ്പീൻ, നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമുണ്ട് എന്ന് നിങ്ങളുടെ ജീവിതത്തിലൂടെ തെളിയിക്കുക എന്നാകുന്നു യെശയ്യാവ് അവരോട് പറയുന്നത്. എന്തുകൊണ്ടാണ് ആ കാലത്ത് ഈ പ്രവാചകൻ പ്രസിദ്ധനാകാതിരുന്നത് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായോ? അതെ, ഈ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കാത്ത നവീകരണക്കാരെന്ന് പറയുന്നതായിട്ടുള്ള ആളുകൾ സഭയിൽ ഒരുപാടുണ്ട്. ദൈവത്തിൻ്റെ വചനം, പ്രത്യേകിച്ചും അതിനകത്തെ അത്ഭുത പ്രവൃത്തികളും ഒന്നും വിശ്വസിക്കാത്ത ഇക്കൂട്ടർ സഭയുടെ നേതൃത്വത്തിലൊക്കെ ഒരുപാടുണ്ട്. അവർ ഇതുപോലെയുള്ള ഭാഗങ്ങൾ എടുത്ത് പ്രസംഗിക്കുന്നത് നിങ്ങൾ ഒരിക്കലും കാണില്ല. ഗിരിപ്രഭാഷണത്തിൽ നിന്നും തങ്ങൾക്ക് സൗകര്യപ്രദമായ ചില വാക്യങ്ങൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും അടർത്തിയെടുത്ത് അർത്ഥം തെറ്റിച്ച് പറയുവാൻ മാത്രമാണ് അവർക്ക് താല്പര്യം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാൽ താങ്കളിലൂടെ ക്രിസ്തു ജീവിക്കുവാൻ വേണ്ടി അനുവദിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മതം ഇന്ന് യാഥാർത്ഥ്യത്തെ മൂടുവാൻ ഉപയോഗിക്കുന്ന ഒരു നല്ല മൂടുപടമാകുന്നു. ക്രിസ്തുവുമായി ഒരു വ്യക്തിപരമായ ബന്ധം നമുക്ക് എത്രമാത്രം ആവശ്യമായിരിക്കുന്നു എന്ന കാര്യത്തിൽ മതം നമ്മെ ഇന്ന് ബോധ്യം വരുത്തുന്നില്ല. 8-ാം വാക്യത്തിൽ നാം കാണുന്നത്, അപ്പോൾ നിൻ്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിൻ്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിൻ്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിൻ്റെ പിമ്പടെ ആയിരിക്കും.
ഇത്ര മോശമായ രീതിയിൽ മതഭക്തി പ്രകടിപ്പിക്കുന്നത് കൊണ്ട് ദൈവത്തിന് അനുഗ്രഹവും മഹത്വവും തൻ്റെ ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ദൈവം തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് എന്ന് ലോകം ഇന്ന് മനസ്സിലാക്കാത്തത്. ലോകം ഇന്ന് സഭയെ കാര്യമാക്കാതെ അവഗണിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ദൈവം അവിടെ ഉണ്ടെന്ന് ലോകം വിശ്വസിക്കുന്നില്ല. കാരണം ഉണ്ടെന്ന് പറയുന്നവർ പോലും അത് വിശ്വസിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവിതങ്ങൾ കാരണം എനിക്കെൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ കഴിയുകയില്ല എന്നത്ര ദൈവം പറയുന്നത്. നമ്മൾ എത്ര പേർ അനുഗ്രഹത്തിന് തടസ്സമായി തീർന്നിരിക്കുന്നു എന്ന് നമ്മെ തന്നെ സ്വയം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ദൈവത്തിൻ്റെ വെളിച്ചം നമ്മിൽ കൂടി വിളങ്ങുവാൻ ഇടയാകട്ടെ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ പ്രാർത്ഥനാ വിഷയം അതാകട്ടെ. 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും. നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അവൻ അരുളിച്ചെയ്യും. നുകവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നീ നിൻ്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും. ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുന്നതിനും അവരെ അനുഗ്രഹിക്കുന്നതിനും ആഗ്രഹിക്കുന്നു. സ്വർഗത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് അവരുടെ മേൽ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ആ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ അവരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെട്ടിരുന്നില്ല, അത് ഒരുക്കപ്പെട്ടിരുന്നില്ല. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്ന് നാം ചിലപ്പോൾ പറയും. എന്താണ് കാരണം? അതെ, ഉത്തരം നൽകാൻ ദൈവത്തിന് താല്പര്യമില്ലാത്തതാണോ? അല്ല. പിന്നെയോ, ദൈവം നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നമ്മുടെ ഹൃദയം തുറക്കപ്പെട്ടിട്ടില്ല എന്നതാണ് പ്രശ്നം. നമ്മുടെ പ്രശ്നം അതാണ്. നിങ്ങളെന്നെ വിളിക്കുമ്പോൾ ഞാൻ തയ്യാർ എന്നാണ് ദൈവം പറയുന്നത്. നാം പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ തയ്യാറായി ഒരു ദൈവമുണ്ട്. ഇതെത്രയോ ആശ്വാസകരമായ കാര്യമാണ്. എൻ്റെ പുത്രൻ്റെ നാമത്തിൽ നിങ്ങൾ വരുമെങ്കിൽ, എൻ്റെ ഹിതപ്രകാരം നിങ്ങൾ അപേക്ഷിച്ചാൽ, നിങ്ങളുടെ ഹൃദയം ശരിയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ് ദൈവം പറയുന്നത്. 10-11 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവന് തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിൻ്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും, നിൻ്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിൻ്റെ വിശപ്പടക്കി നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയും ആകും. ഈ ജനത്തിൻ്റെ മതഭക്തി യഥാർത്ഥമാണെങ്കിൽ താൻ അവരെ അനുഗ്രഹിക്കാമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു. ദൈവം അവരെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് 13-ാം വാക്യത്തിൽ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും. 13-ാം വാക്യം, നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ കാര്യാദികൾ നോക്കാതെ ശബ്ബത്തിൽ നിൻ്റെ കാൽ അടക്കി വെച്ച് ശബ്ബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും നിൻ്റെ വേലയ്ക്ക് പോകുകയോ നിൻ്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ദൈവം ഇസ്രായേൽ ജനത്തിന് ശബ്ബത്ത് ആചരിക്കുന്നതിനായി കൽപ്പന നൽകി. അത് എനിക്കും ഇസ്രായേൽ മക്കൾക്കും മധ്യേ എന്നേക്കും ഒരു അടയാളമാകുന്നു എന്നാണ് ദൈവം പറഞ്ഞത്. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം 17-ാം വാക്യം. നമ്മോട് പറഞ്ഞിരിക്കുന്നത് അല്പം വ്യത്യാസമായിട്ടാണ്. അതെ, അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. സ്വസ്ഥത ശബ്ബത്താണ്. നാം അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഇടയാകാതെ പോകരുത് എന്ന് ദൈവം പറയുന്നു. തുടർന്ന് എബ്രായ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്നെന്ന പോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവർ താനും തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനായിത്തീർന്നു. ഇവിടെ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? വീണ്ടെടുപ്പിൻ്റെ അവസ്ഥയെക്കുറിച്ച്. പൂർണ്ണമായി ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടോ? നാം പൂർണ്ണമായി അവനിൽ വിശ്വസിക്കണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അവർ അനുഗ്രഹത്തിന് തടസ്സം നിന്നാലും തൻ്റെ മഹത്വം വെളിപ്പെടുത്തുക എന്ന ദൈവത്തിൻ്റെ പരിപാടിയെ മാറ്റിക്കളവാൻ അവർക്ക് കഴിയില്ല എന്നാണ് ദൈവം അവരുമായി പറഞ്ഞിരിക്കുന്നത്. 14-ാം വാക്യം കൂടി നോക്കാം. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിൻ്റെ പിതാവായ യാക്കോബിൻ്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്.
അവരുടെ പ്രവർത്തനത്താൽ വരുന്നതായ മഹത്വം താമസിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞെന്ന് വന്നേക്കാം. എന്നാൽ വരുന്നതായ അവിടുത്തെ മഹത്വത്തിൻ്റെ വെളിപ്പാടിനെ നശിപ്പിക്കുവാൻ അവർക്ക് കഴിയുകയില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവം നമ്മുടെ പുറമേ ഉള്ളതിനെ അല്ല നോക്കുന്നത്, നമ്മുടെ ഹൃദയഗതിയെയാണ് അവൻ തൂക്കി നോക്കുന്നത്. അവൻ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവമാണ്. അത് മറച്ചുകൊണ്ട് നാം ബാഹ്യമായി ഒന്നും ചെയ്യാൻ നമ്മെക്കൊണ്ട് സാധിക്കില്ല. ചെയ്താൽ അത് കാപട്യമാണ്. ദൈവത്തെ അറിയുക, അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ശ്രമിക്കുക, അതാകുന്നു ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ അപ്രകാരം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതോ ഇന്നും അഭിനയിക്കുവാനുള്ള തത്രപ്പാടാണ്? അത് അവസാനിപ്പിക്കുക. അനുഗ്രഹത്തിന് കാരണം ഹൃദയംഗമായി ദൈവത്തെ നോക്കി വിളിക്കുക. അതിനുവേണ്ടി നാം നമ്മുടെ ഹൃദയത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ ദൈവം നോക്കിക്കൊള്ളും. ദൈവം അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നിങ്ങളെ നയിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ എന്നാകുന്നു ക്രിസ്തു അരുളി ചെയ്തത്. ലളിതമായി പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാകുന്നു ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. ക്രിസ്തു താൻ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് പറഞ്ഞത് പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു എന്നാകുന്നു. ദൈവം തൻ്റെ ജനത്തിലൂടെയാകുന്നു ഭൂമിയിൽ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിനായി ദൈവകരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം.